ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെ പോലെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കാര്യങ്ങളും ഒന്നും നമുക്ക് ഈ ഒരു ഡേയിൽ അധികം എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പോവാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റാസൽ ഖൈമയിലേക്ക് പോവുകയാണ്. അപ്പോൾ മർജാൻ ഐലൻഡിൽ റാസൽ ഖൈമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫയർ വർക്കും അതുപോലെ തന്നെ ഡ്രോൺ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5-5:30 ആയപ്പോഴത്തേനും വർസാനിന്ന് വിട്ടതിന് ശേഷം ഒരു 2 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം റാസൽ ഖൈമ മർജാൻ ഐലൻഡിൽ നമ്മുടെ ഫയർ വർക്ക് സ്പോട്ടിലെത്താൻ. അങ്ങനെ നമ്മളെത്തി ഷാർജയും അതുപോലെ തന്നെ അലൈനും അജ്മാനും ഉമ്മുൽ ഒക്കെ കടന്ന് നമ്മൾ റാസൽ ഖൈമയിലെത്തി. പിന്നീട് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. നമ്മൾ ഡെസേർട്ടിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നർ ഇന്ന് നമ്മൾ റാസൽ ഖൈമ മർജാൻ ഐലൻഡിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാർബിക്യൂവും അതുപോലെ തന്നെ അൽഫാമും അതുപോലെ തന്നെ ബീഫ് കറി, അപ്പം, അങ്ങനെ ബ്രെഡ്, ബീഫ് കറി, അങ്ങനെ പല ഐറ്റംസ്, ഒരുപാട് ഐറ്റംസാണ് നമ്മളിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് വെജിറ്റബിൾസ് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. കുറേ കുട്ടികളുണ്ട്. കുട്ടികളെല്ലാവരും കൂടി സാറയും സൈറ ഇപ്പോൾ ഒന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ സാറായും മക്കളും എല്ലാവരും കൂടി കളിയും അതുപോലെ തന്നെ അങ്ങനെ മക്കൾ വേറൊരു ഗ്യാങ്ങായിട്ട് അവരവരുടേതായ എൻജോയ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലി, ടൊമാറ്റോ, അങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മൾ സവോള, ഓണിയൻ, ഉള്ളി, അങ്ങനെ ഓരോ ഐറ്റംസ് വേണ്ട ഐറ്റംസ് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാം അടുപ്പിച്ച് വെച്ച് ലാസ്റ്റാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് വളരെ സൂപ്പർ. അപ്പം അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ബാർബിക്യൂൻ ഒക്കെ റെഡിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡ്, അങ്ങനെ. പിന്നെ നമ്മുടെ ബീഫ് നമ്മൾ പല സ്റ്റെപ്പായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബീഫെന്ന് പറയുന്നത് കഴുകാൻ പോകുന്നു, കുറച്ചെന്ന് പറയുന്നത് കുക്കായി ഇനിയിപ്പോൾ ഒന്ന് മസാലയൊക്കെ റെഡിയാക്കി ഒന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ പല സെക്ഷനായിട്ടാണ് നമ്മൾ ബീഫും കാര്യങ്ങളുമൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ചും കൂടെ കഴിഞ്ഞ് ലാസ്റ്റോട് കൂടിയിട്ട് അപ്പം ചുടും. അപ്പോൾ ബീഫിൻ്റെ പരിപാടി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അപ്പം ചുടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കറികളെല്ലാം പതിയെ റെഡിയാവുന്നുണ്ട്. നമുക്ക് കഴിക്കാനായിട്ട് ഒരു ധൃതിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ സ്നാക്സും അതുപോലെ തന്നെ ഡെസേർട്ട്സ്, ജ്യൂസ്, അങ്ങനെ എന്തൊക്കെയോ, ചായ, കാപ്പി, അങ്ങനെ എന്തൊക്കെയോ കുടിച്ചതുകൊണ്ട് നമ്മളുടെ പ്ലാൻ അങ്ങ് മാറി. നമ്മൾ ന്യൂ ഇയർ ഫയർ വർക്ക്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നർ കഴിക്കൽ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഉറങ്ങിക്കിടന്ന സൈറു എഴുന്നേറ്റു. അപ്പോൾ നല്ല തണുപ്പായി ഇവിടെ. അത്യാവശ്യം ഓരോ ടൈം കഴിയും തോറും തണുപ്പിങ്ങനെ കൂടിക്കൂടി വരുവാണ്. അപ്പം നമ്മൾ ജാക്കറ്റ്സും കാര്യങ്ങളുമൊക്കെ മക്കൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കിങ് നമ്മൾ കുറച്ച് ഓരോ സ്റ്റേജായിട്ട് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ബീഫൊക്കെ കുക്ക് ചെയ്ത് മാറ്റി ബാക്കിയുള്ള സെക്ഷൻ കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അരിയലും പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വലിയൊരു ചെമ്പ് പോലത്തെ ഒരു പാത്രം വെച്ചു. അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ ആദ്യം കുറച്ച് ഉലുവ പൊട്ടിക്കും. ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോള, ഉള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യും. അങ്ങനെ പതിയെ സ്ലോ കുക്ക് ചെയ്തെടുക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. കാരണം ധൃതിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നർ കഴിച്ചത് ഏകദേശം ഒരു 1 മണി 2 മണി ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമ്മളൊരു വെളുപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റാസൽ ഖൈമയിൽ
മർജാൻ ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്തെ ഫയർ വർക്കിന് ഏറ്റവും എന്താ പറയുക, യു എയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എന്താ പറയുക ഫയർ വർക്ക് എന്നുള്ള ഒരു റെക്കോർഡുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ആ റെക്കോർഡ് വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും പ്ലേസിൽ ബ്രേക്ക് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും യു എയിൽ ഏറ്റവും ഡ്യൂറേഷൻ കൂടിയ ഡ്രോൺ ഷോ നടക്കുന്നത് ഈ പ്രാവശ്യം റെക്കോർഡ് ഇവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ ജിഞ്ചറും ഗാർലിക്കും ഉലുവൊക്കെ പൊട്ടിയ ആ ഒരു സ്മെല്ല് ഭയങ്കര സൂപ്പർ ഒരു സ്മെല്ലായിരുന്നു. നമ്മൾ ബൾക്കായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും കുറച്ച് കൂടുതൽ വേണം. ഒരു 8-10 കിലോ ഓളം ബീഫാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സമ്മറിൽ നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഡെസേർട്ട് ഫാമിലീസ് അധികം ഇങ്ങനെ ഗെറ്റ് ടുഗദറും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും കൂടാറില്ല. കാരണം സമ്മറിൽ വളരെ കുറവാണ്. അപ്പം വിൻ്റർ ആകുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പരിപാടികൾ പിടിക്കാറുണ്ട്. ഇതുപോലെ ബാർബിക്യൂ നൈറ്റ്സും അതുപോലെ തന്നെ ന്യൂ ഇയർ കാര്യങ്ങളും അങ്ങനെ ഓരോരോ. ഇനിയിപ്പം നെക്സ്റ്റ് ഡേയിലും നമ്മൾ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആണുങ്ങളെല്ലാം എഴുന്നേറ്റ് വന്നു. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ വകയാണ്. നമ്മളും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് ടീംസും ഒരുമിച്ച് ചേർന്നിട്ട് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നു. അപ്പോൾ അതാ നമ്മൾ ബാർബിക്യൂ ചിക്കൻ ചുടാനായിട്ട് 2-3 കുക്കറും അതുപോലെ തന്നെ 2-3 ഗ്യാസ് സ്റ്റൗവും അങ്ങനെ എല്ലാം വളരെ സജ്ജീകരണത്തോട് കൂടിയിട്ട് പ്രിപ്പയർ ആയിട്ടാണ് എല്ലാവരും വന്നത്. അപ്പോൾ അതാ നമ്മൾ എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് ബീഫ് കറി വെക്കാനായിട്ടുള്ള വഴട്ടലും പിടിക്കലും നടക്കുകയാണ്. ബാക്കി ഇതാ ബീഫ് നമ്മൾ വേവിച്ച് ഒരു പാത്രത്തിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കിങ്ങാണ് ഇപ്പോൾ. കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കഴിക്കലും കാര്യങ്ങളും ഒന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീടും ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഒരു കുക്കിങ്ങും കാര്യങ്ങളും ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി വട്ടം ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് ആസ്വദിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വട്ടം കൂടി ഫുഡൊക്കെ കഴിച്ചു. വളരെ സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. തണുപ്പെന്ന് പറയുന്നത് 12 മണിക്ക് ശേഷമാണ് കൂടുതൽ തണുപ്പ് അങ്ങ് ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കൂടുതൽ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം തണുപ്പ് നമുക്ക് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ മക്കളെയൊക്കെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബീഫ് ഞാൻ പറഞ്ഞല്ലോ ഒരു 8-9-10 കിലോളം ബീഫുണ്ട്. അപ്പോൾ വലിയൊരു ചെമ്പിൽ ബീഫ് റെഡിയാകുകയാണ്. പിന്നെ നമ്മൾ ബാക്കി അപ്പം നല്ല അടിപൊളി നല്ല തണുപ്പത്തിരുന്ന് കഴിക്കാനായിട്ട് നല്ല ചൂട് വെള്ളയപ്പം, അതുപോലെ തന്നെ ബീഫ് കറി. സാധാരണ നമ്മൾ എപ്പോഴും കൂടുമ്പോഴത്തേനും ബാർബിക്യൂ, അൽഫാം, ചിക്കൻ ചുടൽ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പവും ബീഫ് കറിയും പൊറോട്ടയും അങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ. ചിക്കൻ പരമായിട്ട് ബാർബിക്യൂവും ഗ്രില്ലും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഞാൻ ചൂടോട് കൂടിയിട്ട് കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തതെടുത്ത് കഴിക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് ടൊമാറ്റോ കെച്ചപ്പിനെക്കാളും കൂടുതൽ ഈ ബാർബിക്യൂ സോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പിസ്സയുടെ മുകളിലൊക്കെയാണല്ലോ കൂടുതൽ ബാർബിക്യൂ സോസ് ഒഴിക്കാറ്. പിന്നെ ചിക്കനിൽ കൂട്ടി കഴിക്കും. അപ്പം ഞാൻ ബാർബിക്യൂ സോസും ഗ്രില്ലും ഒക്കെ കുറച്ച് കഴിച്ചു. അതിന് ശേഷം നല്ല ചൂട് കടുങ്കാപ്പി. അപ്പോൾ വലിയൊരു ഫ്ലാസ്കിൽ കടുങ്കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതും അങ്ങനെ ഓരോരുത്തർ പല ഒരുപാട് നമ്മളത് കുറിക്കലും കഴിക്കലും കുടിക്കലും ഒക്കെ കാരണം നമുക്ക് ഡിന്നറിന് ധൃതിയൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് ഫയർ വർക്ക്സിന് മുന്നേ നമുക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവാമെന്നാണ്. അത് കഴിഞ്ഞ് പിന്നീട് തീരുമാനിച്ചു നമുക്ക് ഡിന്നർ ഇപ്പോൾ വേണ്ട, ഫയർ വർക്കൊക്കെ കഴിഞ്ഞ് പതിയെ വിശപ്പായി റിലാക്സ് ആയതിനു ശേഷം പതിയെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാത്തിരുന്ന അപ്പം ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ 12 അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആയി. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ തൽക്കാലം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രോൺ ഷോയും അതുപോലെ തന്നെ ഫയർ വർക്ക്സും ഒക്കെ കാണാനായിട്ട് കുറച്ച് മുന്നിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എല്ലാം കൂടെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ എങ്കിലും ഇപ്പോൾ നടക്കുന്നത് ഡ്രോൺ ഷോയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റാസൽ ഖൈമ മർജാൻ ഐലൻഡിലെ ഈ ഒരു ഷോയാണ്.
UAE-ലെ എന്താ പറയുക ലാർജ് ഡ്യൂറേഷനുള്ള ഡ്രോൺ ഷോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റെക്കോർഡും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കണം, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുള്ള ഫയർ വർക്ക്സ്, കുട്ടികളൊക്കെ ഭയങ്കര, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ വോളിയം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറായും സൈറയും എല്ലാ മക്കളും ഭയങ്കരമായിട്ട് കത്തിക്കാറി അവരുടെ എന്താ പറയുക സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. പിള്ളേർ ഇത് ഫോണിലൂടെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, ലൈവായിട്ട് കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രോൺ ഷോ നടക്കുകയാണിപ്പോൾ. അതിനുശേഷം ഫയർ വർക്ക്സിലേക്ക് കയറും. അപ്പോൾ കുറച്ച് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ ഷോയും അതുപോലെ തന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളും എല്ലാം. ഇതിങ്ങനെ ഭയങ്കര, നമ്മളിപ്പോൾ ചെറുതായിട്ട് ഫോണിൽ കാണുകയാണ്, നമ്മളിപ്പോൾ ആകാശം ഇങ്ങനെ ഭയങ്കര ഹ്യൂജായിട്ടുള്ള ഷോയും കാര്യങ്ങളുമാണ് നമ്മൾ ലൈവായിട്ട് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ ഇപ്പം നമ്മൾ ദുബായിൽ ന്യൂ ഇയർ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമുകളിൽ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും റാസ് അൽ ഖൈമയിൽ ഈ ഒരു മർജാൻ ഐലൻഡിലാണ് നമ്മൾ വരുന്നത്. കാരണം റെക്കോർഡ് പ്രകാരം ഏറ്റവും ലാർജസ്റ്റ് ഫയർ വർക്ക് നടക്കുന്നത് ഇവിടെയാണെന്നുള്ളൊരു റെക്കോർഡ് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ തന്നെയാണ് വരാറ്. കുറച്ച് ട്രാവൽ ചെയ്യണം, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് 2 hours ട്രാവലുണ്ട്. എങ്കിലും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വരുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും അല്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഡെസേർട്ട് ഫാമിലി മെമ്പേഴ്സ്, റെഡ് ഫോക്സ് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഡെസേർട്ട് ഫാമിലി ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മളിവിടെ വരാറ്. പിന്നെ നമ്മളിവിടെ റാസ് അൽ ഖൈമയിൽ കയറുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഫയർ വർക്കിന് കയറുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് നേരം ഒരു ചെറിയ ഒരു ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. കാരണം ഒരു ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് കുക്കൊക്കെ ചെയ്ത് തണുപ്പത്തിരുന്ന് ഫുഡ് കഴിക്കാനും ഈ ഷോ കാണാനും അതുപോലെ തന്നെ ഫയർ വർക്ക്സ് എൻജോയ് ചെയ്യാനും എല്ലാം കൂടിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കേജുമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര സൂപ്പറായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര കണ്ണിന് കുളിർമയാകുന്ന കാഴ്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഫയർ വർക്ക്സ്. നമ്മുടെ ഡ്രോൺ ഷോ കഴിഞ്ഞതിന് ശേഷം ഫയർ വർക്ക് നടക്കുകയാണ്. ഭയങ്കര ആ ഏരിയ കംപ്ലീറ്റ് എനിക്ക് അധികം ക്യാപ്ചർ ചെയ്യാനോ ക്യാച്ച് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ ഷോർട്ട്സും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ ഫയർ വർക്ക് നടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റ്മെൻറ്റാണ്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ട്, ഫോണിൻ്റെ ഗ്യാലറിയിൽ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതങ്ങ് ഡിലീറ്റ് ആക്കി കളയും. അപ്പോൾ ഈ പ്രാവശ്യം ഞാനിത് വിചാരിച്ചു, കാര്യം എന്താ വെച്ചാൽ ഒരു മെമ്മറി ആയിട്ട് ഇത് കൂടുതൽ മുന്നോട്ട് കിടക്കും. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഇതൊരു മെമ്മറി ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാൻ പാകത്തിന് ഇതങ്ങ് അപ്ലോഡ് ചെയ്ത് ഇട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ന്യൂ ഇയർ എക്സ്പീരിയൻസ് ആണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡ്രോൺ ഷോയും അതുപോലെ തന്നെ ഫയർ വർക്ക്സും എല്ലാം നടക്കണം. ഭയങ്കരമായിട്ട് ആ ഒരു പടക്കം പൊട്ടുന്ന ആ ഒരു സൗണ്ടും ആളുകളുടെ ബഹളം, ആളുകൾ കത്തിക്കാറുകയാണ്. ഈ ഒരു ഓരോ ഇമേജസ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേനും സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ ഭയങ്കര ബഹളം വെച്ചിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വല്ല കോപ്പിറൈറ്റ് ഇഷ്യൂവോ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കംപ്ലീറ്റ് മ്യൂട്ടഡാണ്, വോളിയം കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മൾ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരം, അത്യാവശ്യം എത്ര നേരമാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, ടൈം ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താണെങ്കിലും ഫയർ വർക്ക്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള അപ്പവും ബീഫ് കറിയും ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് വീണ്ടും നമ്മൾ കടന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 12 മണിക്ക് ശേഷമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ക്ലൈമറ്റ് വീണ്ടും തണുപ്പ് നമുക്ക് സഹിക്കാൻ
പറ്റാത്ത രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളും. പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജാക്കറ്റ്സും വിൻ്റർ വെയേഴ്സും ജാക്കറ്റ്സും ടെൻറ്റും എല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ നല്ല ചൂട് കാപ്പിയും ചായയും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഫയറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും ഒരു എന്താ പറയുക ഹീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഫയർ വർക്ക്സും ഡ്രോൺ ഷോയും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇതിനു മുന്നേ നമ്മൾ വന്നു, കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, കഴിച്ചു, ഫയർ വർക്ക്സ് കണ്ടു, നമ്മൾ തിരിച്ചു പോയി, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുക്കിങ് ഭയങ്കര എല്ലാവരുമായിട്ട് വട്ടം കൂടി ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യാമെന്നൊക്കെ പറയാം. അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടൈം എടുത്ത് സ്ലോ കുക്ക് ചെയ്തതുകൊണ്ട് ബീഫ് കറിയൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഒന്നാമതേ അപ്പം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നർ തന്നെയായിരുന്നു. ഇന്ന് പൊറോട്ട ഉണ്ടായിരുന്നു, ഞാനത് നോക്കിയില്ല, കാരണം വെച്ചാൽ പൊറോട്ട എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അപ്പവും സൂപ്പർ ബീഫ് കറിയൊക്കെ കൂട്ടി നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നിട്ട് ഒരു പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ 2024 കഴിഞ്ഞ് നമ്മൾ 2025 കയറിയിട്ടുള്ള നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഭയങ്കര സൂപ്പറായിട്ട്, ഭയങ്കര ഒരു എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ട് ക്ലൈമറ്റും അതുപോലെ തന്നെ സൂപ്പർ ഫുഡും അതുപോലെ തന്നെ കണ്ണുകൾക്കും സന്തോഷമേകുന്ന അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിരിഞ്ഞത് വെളുപ്പോട് കൂടിയിട്ടാണ്. 4 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് നമ്മൾ പിരിഞ്ഞത്. ഇപ്പം വീട്ടിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് വെളുപ്പായി. എങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് രാവിലെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നടക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും ഫയർ വർക്ക്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പറ്റുന്ന രീതിയിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഇത് കൂടിക്കൂടി വരുമായിരുന്നു അങ്ങനെ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ കണ്ട ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളിലും കൂടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റി. അതും ഭയങ്കര സന്തോഷം. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാത്തിരുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്, ഈ ഒരു ഡ്രോൺ ഷോ, ഈ ഒരു ഫയർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരുപാട് ജനസാഗരം, ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഞാൻ രാത്രി ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ നിറച്ച് ആളുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി ഭയങ്കരമായിട്ടുള്ള ജനസാഗരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫയർ വർക്കും ഡ്രോൺ ഷോയൊക്കെ കഴിഞ്ഞു. അപ്പം മക്കൾ ആദ്യം ഡിന്നർ കഴിക്കുകയാണ്, കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു, കുട്ടികൾ കഴിക്കുകയാണ്. അതിനുശേഷം നമ്മളും എല്ലാവരും അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.